തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം കാത്തിരുന്ന പോരാട്ടം നടക്കുന്ന ഇടമാണ് ഒഞ്ചിയം. കേരളം ഭരിക്കുന്ന CPM എന്ന പാർട്ടിയുമായി ഇവിടെ നേർക്ക് നേർ നിന്ന് പോരാടുന്നത് RMP എന്ന പാർട്ടിയാണ്. പ്രാദേശികമായി വടകരയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ശക്തിയുള്ള പാർട്ടിയാണ് RMP. കോൺഗ്രസിന്റെ സഹായത്തോടെ RMP നേതാവ് KK രമ വടകര MLA ആയി ഇന്ന് നിയമസഭയിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും രമയെ വീഴ്ത്താൻ CPM പഠിച്ച പണി 18 നോക്കിയിട്ടും സാധിച്ചില്ല. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്തിൽ വെന്നിക്കൊടി നാട്ടുമെന്ന് CPM പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അതിന് താൻ ഇല്ലാതാകണമെന്ന സന്ദേശം KK രമയും നൽകുമ്പോൾ വലിയ പോരാട്ടം തന്നെ ഒഞ്ചിയത്തെ മണ്ണിൽ നടക്കുമെന്ന് ഉറപ്പിക്കാം. 2012 മെയ് 4 ഈ തീയതി കേരളം മറക്കില്ല. അന്നാണ് CPMന്റെ ഒത്താശയോടെ പാർട്ടി ഗുണ്ടകൾ TP ചന്ദ്രശേഖരനെ വെട്ടി കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കുടിപ്പക കൊലപാതകമായി ഇന്നും TP വധം CPMനെ പ്രതിക്കൂട്ടിലാക്കി നിൽക്കുന്നുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ CPMനെ എത്രമാത്രം വെല്ലുവിളിച്ചോ അതിനേക്കാൾ 10 മടങ്ങ് അധികമായി മരിച്ച TP CPMനെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. TP ഇല്ലാതായതിനു ശേഷം ഒരിക്കൽ പോലും വടകര പാർലമെന്റ് മണ്ഡലം CPMനെയോ ഇടതുപക്ഷത്തെയോ അനുഗ്രഹിച്ചിട്ടില്ല. നിയമസഭയിലും അത് തന്നെ സംഭവിച്ചു. KK രമ എന്ന TPയുടെ പത്നി തുടർച്ചയായി അവിടെ നിന്ന് ജയിച്ചു കയറി. വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ TPയുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഒഞ്ചിയം എന്ന ഗ്രാമം. CPMന്റെ അഭിമാനമായ പ്രദേശമായിരുന്നു ഒഞ്ചിയം. ഇന്ന് അതേ ഒഞ്ചിയം CPMനെ അകറ്റി തന്നെ നിർത്തുകയായിരുന്നു അന്നും ഇന്നും എന്നും. 2010 മുതൽ ഇങ്ങോട്ട് ഒഞ്ചിയം ഭരിക്കുന്ന RMP അടങ്ങിയ മുന്നണിയാണ്. CPMുമായി തെറ്റിപ്പിരിഞ്ഞ് TP ഉണ്ടാക്കിയ RMPയെ ഇല്ലാതാക്കുമെന്ന് CPM വെല്ലുവിളി നടത്തിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. എന്നാൽ TPയെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ സാധിച്ച ശത്രുക്കൾക്ക് ആ ഓർമ്മകൾക്ക് മുന്നിൽ എന്നും അടിതെറ്റുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RMPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുവാൻ CPMന് സാധിച്ചിരുന്നു. RMPയുടെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ച CPM ഇക്കുറി ഒഞ്ചിയം തന്നെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറയുന്നുമുണ്ട്. എന്നാൽ TPയെ ചോര വീണ മണ്ണ് RMPയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് KK രമ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്നും CPM RMPയെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിലൊന്നും ഒഞ്ചിയം പിടിക്കാൻ CPMന് സാധിക്കുമെന്ന് കരുതേണ്ട എന്ന ശക്തമായ താക്കീതും KK രമ CPMന് നൽകുന്നുണ്ട്. TP ഇന്നും ചർച്ചയാകുന്ന മണ്ണാണ് ഒഞ്ചിയം. TP ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും രമ പറയുന്നുണ്ട്. രമയുടെ ആ വാക്കുകൾ കേൾക്കാം. ക്ഷണകനായ ഒരു മനുഷ്യനാണ് ചന്ദ്രശേഖരൻ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ്. കാരണം ഇപ്പോഴും നമുക്ക് TP ചർച്ച ചെയ്യാതെ പോകുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ അത്ര ശക്തമായ സാന്നിധ്യമായിട്ട് TP ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മരണം ഉണ്ടായിട്ടില്ല. മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മത്സരിപ്പിക്കാൻ ആ പാർട്ടി ഘടകങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്, അങ്ങനെയാണല്ലോ, വ്യക്തികളല്ലല്ലോ തീരുമാനിക്കുന്നത്. ചന്ദ്രശേഖരനുള്ള ഘടകങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കണമെന്നോ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്തെ കൊണ്ടുവരണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. അവരത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായും ഏറ്റവും ശരി എന്നാണ് ഞാൻ